ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ഇത്രയും ഗതികെട്ട ആളുകൾ ഈ ലോകത്തുണ്ടാവുമെന്ന് തോന്നുന്നില്ല സുഹൃത്തുക്കളെ. വേറെ ആരെയും കുറിച്ച് പറഞ്ഞല്ല, നമ്മുടെ ശ്രുതിനെയും കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ നൈസായിട്ട് പായൊക്കെ ആയിട്ട് താഴെ ഹാളിൽ വന്നിട്ട് പാവരിച്ച് കിടക്കാനുള്ള പദ്ധതി ഒരുക്കുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഉറങ്ങാനേ പറ്റുന്നില്ല. ചന്ദ്രമതി ആണെങ്കിൽ അമ്മാതിരി കൂർക്കം വലിയാണ്, ഇങ്ങനെ വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതി എടുത്ത് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ആൻറ്റി ഓ. അപ്പോൾ ഒരൊറ്റ തട്ടങ്ങോട്ട് തട്ടുകയാണ് കേട്ടോ ചന്ദ്രമതി കൈ കൊണ്ട്. ശ്രുതിയുടെ മോന്തയിലേക്കാണ് ആ കൈ കൊള്ളണത്. പിന്നീടാണെങ്കിൽ ശ്രുതിക്ക് കലി വന്നിട്ട് ശ്രുതി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പണ്ടാറടങ്ങാൻ വേണ്ടിയിട്ട് കൂർക്കമ്പലി കാരണം കിടന്നുറങ്ങാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിൽ. പിന്നീടാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് ആകെ മൊത്തം മനസ്സ് തകർന്നിട്ട് നൈസായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ നോക്കുമ്പോൾ നമ്മളെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണ കാണുകയാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ ശ്രുതി പറയുകയാണ്, ശ്രുതി നമുക്ക് റൂം കിട്ടിയെന്ന് ഞാൻ കരുതിയതാ, പക്ഷെ ആ പണ്ടാറ സച്ചി ഒരുത്തൻ കാരണമാണെന്ന് പറഞ്ഞിട്ട് കലി വന്നിട്ട് രണ്ടുപേരും പാവരിച്ചിട്ട് താഴെ കിടക്കുകയാണ്. അവിടെ ആണെങ്കിൽ നല്ല കൊതുകൊക്കെ കടിക്കുന്നുണ്ട്. ശ്രുതിക്കും ഉറങ്ങാനേ പറ്റുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ കലി തുള്ളിയിട്ട് ഇങ്ങനെ രേവതിയുടെ മോത്തേക്ക് നോക്കുകയാണ്. കാരണം എന്താ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല. ഇതെന്താണ് ഇത്ര നേരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ലേ? അപ്പോൾ രേവതിയാണെങ്കിൽ പറയണ്, അമ്മ എനിക്ക് വയ്യ, പനിയാണ്. ഓ നിനക്ക് പനിയുണ്ടോ? പനി കള്ളപ്പനി ആവൂലേ? അല്ല അമ്മ, എനിക്ക് നല്ല പനിയുണ്ട്. ഒരു ദിവസം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് അമ്മ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് രേവതിയാണെങ്കിൽ ഇങ്ങനെ സങ്കടം പറയുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും ഇങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി വരികയാണ് കേട്ടോ. ശ്രുതി വന്ന വശം തന്നെയാണ്, അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ഇതെന്താ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണാനില്ലല്ലോ. ഓ എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനാണ്? അതേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണവളല്ലേ ഇവിടെ ഇരിക്കണത്. അവൾക്ക് പനിയാത്ര, പനി. എവിടെ ഭക്ഷണം കഴിക്കാനോ, ഇവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പൊതുവെ ഇങ്ങനെ പറയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രുതിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ്, ഹലോ ബിസിനസ് മാൻ, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിലേ നിൻ്റെ ഭാര്യയില്ലേ, ഭാര്യയോട് വെച്ചുണ്ടാക്കി തരാൻ പറ, അല്ലാണ്ട് വയ്യാതെ കിടക്കണ എൻ്റെ ഭാര്യയോടല്ല പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കാനുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു കൊച്ചു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൊച്ചു പ്രൊമോ റിവ്യൂ അല്ല, കുറച്ച് നീണ്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.